നൊബേൽ സമ്മാനം കൊതിച്ചുപോയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കിട്ടിയതാകട്ടെ ഒരു ഒന്നൊന്നര സ്വർണ്ണ മെഡലും ട്രോഫിയും. അതെ, ട്രംപ് മെഡലും ട്രോഫിയും പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ വൈറലായി മാറുകയാണ്. ഇതോടുകൂടി വീണ്ടും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ട്രംപ് പരിഹാസ്യനാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. തുടക്കം നന്നായാൽ ഒടുക്കം നന്നാകും എന്നതാണ് പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്നാൽ ട്രംപിന്റെ കാര്യത്തിൽ തുടക്കവും ഒടുക്കവും പാളിപ്പോയി നിൽക്കുകയാണ്. നിരന്തരം ട്രംപ് പല അവകാശവാദങ്ങളും നടത്തുന്നുണ്ടെങ്കിൽ പോലും, അതായത് ഇന്ത്യ പാക് യുദ്ധം, അതേപോലെ തന്നെ ഇസ്രായേൽ ഇറാൻ യുദ്ധം, ഇതെല്ലാം തന്നെ തൻ്റെ ഒരു കഴിവിനാൽ മാത്രമാണ് അത് സമാധാന കരാറിലേക്ക് എത്തിയതെന്ന് അവകാശപ്പെടുന്ന ട്രംപിന് നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കുന്ന വേളയിൽ വലിയ രീതിയിൽ ഇളിഭ്യനാകുകയാണ് ചെയ്തത്. ആ ഇളിഭ്യത മറയ്ക്കാനാണ് ട്രംപ് ഇപ്പോൾ ഇത്തരത്തിലൊരു സ്വർണ്ണ മെഡൽ ഇങ്ങനെ സമ്മാനിച്ചിരിക്കുന്നത് എന്നതാണ് സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നത്. ട്രംപിന്, അതായത് ഡൊണാൾഡ് ട്രംപിന് ഒടുവിൽ സമാധാന സമ്മാനം നൽകി അല്ലെങ്കിൽ ലഭിച്ചു എന്നതാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നൊബേൽ സമ്മാനത്തിന് അല്ലെങ്കിൽ ആ ഒരു സമ്മാനം നോട്ടമിട്ട ട്രംപിനാകട്ടെ ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ജനങ്ങളെ ഒന്നിപ്പിക്കുകയും ഭാവി തലമുറയ്ക്ക് പ്രതീക്ഷ നൽകുകയും ചെയ്യുന്ന വ്യക്തികളെ ആദരിക്കുന്നതിനായി തന്നെ അടുത്തിടെയായിരുന്നു ഫിഫ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. 2026 വാഷിംഗ്ടണിൽ നടക്കുന്ന ലോകകപ്പിന്റെ ഔദ്യോഗിക നറുക്കെടുപ്പ് ചടങ്ങിലാണ് ഈ ഒരു പുരസ്കാരം സമ്മാനിച്ചത്. മെക്സിക്കോ, കാനഡ, US എന്നീ രാജ്യങ്ങളാണ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നതും. ചടങ്ങിൽ ഫിഫ പ്രസിഡന്റായ ഗിയാനി ഇൻഫന്റോ ആകട്ടെ ട്രംപിന് പുരസ്കാരം കൈമാറുകയാണ് ചെയ്തത്. ജനങ്ങളെക്കുറിച്ച് കരുതലുള്ള നേതാവ് എന്നതാണ് ഇതിലൂടെ തന്നെ ട്രംപിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ലോകമെമ്പാടും സമാധാനവും അതുപോലെ തന്നെ ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ട്രംപിന്റെ നടപടികളെ ഫിഫ പ്രസിഡന്റ് പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വർണ്ണ മെഡൽ ധരിച്ചുകൊണ്ട് സ്വർണ്ണ ട്രോഫിയുമായി നിൽക്കുന്ന ട്രംപിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതികളിൽ ഒന്നാണ് ഇപ്പോൾ തനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഫിഫ സമാധാന സമ്മാനം അത് ഏറ്റുവാങ്ങിക്കൊണ്ട് ട്രംപ് ഇങ്ങനെയാണ് പ്രതികരിച്ചത്. പ്രഥമ വനിത മെലോണിയ ആകട്ടെ ട്രംപ് ഉൾപ്പെടെയുള്ള തന്റെ കുടുംബത്തിനും ട്രംപ് നന്ദി പറയുകയും ചെയ്തിരുന്നു. അതേസമയം ഇന്ത്യ റഷ്യ ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൊബേൽ പുരസ്കാരത്തിന് അർഹനാണ് എന്നതാണ് പെന്റഗണിലെ മുൻ ഉദ്യോഗസ്ഥനായ മൈക്കൽ റൂബിൻ പറയുന്നത്. വാർത്താ ഏജൻസിയായ ANA സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. റഷ്യയുടെ കാഴ്ചപ്പാടിൽ ഈ സന്ദർശനം അങ്ങേയറ്റം ക്രിയാത്മകമാണ്. ലോകത്ത് മറ്റൊരിടത്തും കിട്ടാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാധ്യതയില്ലാത്ത ആദരമാണ് ഇന്ത്യ, അതായത് ഇന്ത്യയും പുടിനും നൽകിയത്. ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് കൊണ്ടുവന്ന രീതിയിലുള്ള പേരിൽ ട്രംപിന് ഒരു നൊബേൽ പുരസ്കാരത്തിന് അർഹതയുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ഈ ധാരണാപത്രത്തിൽ എത്രയെണ്ണം യാഥാർത്ഥ്യത്തിൽ ഫലപ്രദമായിരിക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. താരതമ്യത്തിൽ ശരിക്കും ഒത്തുചേരലിന്റെ ഫലമായി തന്നെ ഇപ്പോൾ രൂപം കൊണ്ടും തീരുമാനങ്ങൾ എത്രയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യയും പ്രസിഡന്റ് ട്രംപ് കൂടുതൽ വിശാലനായി തന്നെ പരിഗണിച്ചതിനുള്ള വിദ്വേഷം കൊണ്ട് രൂപം കൊണ്ടത് എത്രയുണ്ട് എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ദ്വിദിന സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ പുടിൻ ആകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. കൂടാതെ തന്നെ എണ്ണ സംസ്കരണം, പെട്രോൾ, കെമിക്കൽ, സാങ്കേതിക രംഗം തുടങ്ങിയവയിൽ തന്നെ പങ്കാളിത്തം ഉറപ്പുവരുത്താനും ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ ധാരണയായി എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ ട്രംപിന് നൊബേൽ സമ്മാനത്തിന് പകരമായി തന്നെ ഫിഫയുടെ അവാർഡ് അല്ലെങ്കിൽ ആ ഒരു പുരസ്കാരം ട്രംപിന് സമ്മാനിച്ചിരിക്കുന്നത്. അതിനിടയിൽ ട്രംപിനെ പരിഹസിച്ചും എന്നാൽ പല രീതിയിൽ അനുകൂലിച്ചും കുറെ അധികം വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.